അവിടെ തമിഴ്നാട് പുത്തൂർ കോളേജ്. അവിടെ പഠിക്കാൻ വന്നപ്പോ കണ്ട് ഇഷ്ടപ്പെട്ട്. ആരാ ആദ്യം ഇഷ്ടം പറഞ്ഞ? ഹായ് സുഹൃത്തുക്കളെ, ഇതിലും വലിപ്പത്തിലുള്ള ഒരു കാള നിങ്ങൾക്ക് കേരളത്തിലോ കേരളത്തിന്റെ പുറത്തോ എവിടെ വേണമെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് കാണിക്കാട്ടാ. അങ്ങനത്തെ ഒരു മുതലിനെയാണ് ഞാൻ കാണിക്കാൻ പോണത്. ഈ നിൽക്കുന്ന മുതല് കണ്ട, ഇത് നമ്മുടെ ചേച്ചിയുടെ പേരെന്താ ചേച്ചി? ദിനില. നമ്മുടെ ഈ മുതലിന്റെ പേരെന്താ? ബഗീര. ബഗീരയുടെ വലിപ്പം ഒന്ന് കാണിച്ചു തരാം. ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. കാരണം കേരളത്തിലോ കേരളത്തിന്റെ പുറത്തോ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ വലിപ്പത്തില്, ഈ നീളത്തില്, ഈ ഹൈറ്റില്, ഈ സൈസില് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലോ ഒരു ഫോട്ടോയോ വീഡിയോയോ അയക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ ഒരുപാട് കാളേനെയും പോത്തിനെയും കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിത് പഠിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും വലിപ്പം ഉണ്ടെന്ന്. എനിക്ക് ഫോട്ടോ വിട്ടു വന്നപ്പോ ഞാൻ അറിഞ്ഞില്ല ഇത്രയും വലിപ്പം ഉണ്ടെന്ന്. ഏറ്റവും വലിയ മൂരിനെ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് കാണുന്നല്ലേ? എങ്ങനെയുണ്ട് ചേട്ടാ? എത്ര നാളായി വന്നിട്ട് ഒരു 1.5 വർഷമാവും. പാലും പഴമൊക്കെയാണോ കൊടുക്കുന്നത്? അങ്ങനെ ഒന്നും കൊടുക്കത്തില്ല. പിന്നെ എന്താ കൊടുക്കണേ? ഇത്രയും വലിപ്പം വയ്ക്കാൻ ഒരു കാരണം വേണം. പലർക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ഇത്രയും വലിപ്പം വയ്ക്കാൻ നല്ലൊരു കാശ് മുടക്കണം. എന്ത് കൊടുത്തു ചേച്ചി? അതിനാകെ കൊടുക്കുന്ന പരുത്തിപ്പിണ്ണാക്ക് കൊടുക്കും, പിന്നെ കടലപ്പിണ്ണാക്ക് കൊടുക്കും, പിന്നെ പുളിയങ്കുരു ഇല്ലേ അതിനെ ഒന്ന് വേവിച്ച് അവിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ അതിന്റെ കലക്കെന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോ നമ്മൾ പഴമൊക്കെ കഴിഞ്ഞിട്ടുള്ള തണ്ടുണ്ടല്ലോ, തണ്ട് കണ്ടമാനം കിടക്കുന്നുണ്ട്. അതെന്തിനാ? ആ തണ്ടാണ് അരിഞ്ഞു കൊടുക്കുന്നത്. അതിന്റെ ഫുഡ് അതാണ്. കലക്ക് കഴിഞ്ഞിട്ടുള്ള ഫുഡ് അതാണ്. പുല്ലിന് പകരമായിട്ടൊക്കെ കൊടുക്കുന്നത്. പുല്ല് കൊടുക്കാറില്ല? പുല്ല് അങ്ങനെ കൊടുക്കാറില്ല, വല്ലപ്പോഴേ കൊടുക്കാറുള്ളൂ. കുറച്ചേ കൊടുക്കാറുള്ളൂ. അപ്പൊ ഇത് വന്നിപ്പോ 1 വർഷം മുമ്പല്ല വന്നത്. വരുമ്പോ ഇത്ര വലിപ്പം ഉണ്ടായോ? ഇല്ല, ഉണ്ടായില്ല. പിന്നെ എപ്പോഴാണ് ഇത്രയും വലിപ്പത്തിൽ? ഇത് ബാക്ക് തന്നെ നോക്കിക്കോട്ടെ, ചവിട്ടും. അതാണ് കാളയാവുമ്പോ ഒരു പ്രത്യേകത, കാലിനടിക്കും. എന്നേക്കായും ഹൈറ്റ് ഈ ഒരു മുതലിന് ഉണ്ടെന്നുള്ളതാണ്. നീളം പറയാനുണ്ടോന്ന് നോക്കി. ഞാൻ അവിടെ നിന്നാലും ഞാൻ അപ്പുറം ഒന്നും കൂടെ നീട്ടിയാലും അവിടെ നിൽക്കും. ചേച്ചി എപ്പോഴാണ് തിരിച്ചറിയണത് ഇത്രയും വലിപ്പത്തിലേക്ക് ഇത് വരൂ എന്നുള്ളത്? അത് കുറച്ച് ഒരല്പം ആഹാരം ആദ്യം കൊടുത്തു തുടങ്ങിയുള്ളൂ. പിന്നെ അതിന്റെ ശരീരപ്രകൃതി കണ്ടപ്പോഴത്തേക്കും നന്നാവുമെന്ന് തോന്നി. അങ്ങനെയെങ്കിലും ആ ഒരു ഫുഡ് കുറച്ച് അളവ് കൂടെ കൂട്ടി അങ്ങനെ കൊടുത്തു. അങ്ങനെ ചേച്ചി നന്നാക്കി. അതാണ് സത്യം. ഇത് ആരെ വാങ്ങിച്ചോണ്ട് വന്നേ ചേച്ചിയുടെ അടുത്തേക്ക്? എന്റെ അടുത്തേക്ക് എന്റെ ഭർത്താവാണ് വാങ്ങിച്ചോണ്ട് വന്നത്, ചേട്ടനാ വാങ്ങിച്ചോണ്ട് വന്നത്. പിന്നെ വാങ്ങിച്ചോണ്ട് വന്ന് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാനാ നോക്കുന്നത്. ചേച്ചിക്ക് ഒരു പേടിയാവണില്ലേ? അങ്ങനെ പേടിയില്ല. ഞാൻ ശരിക്കും ഇതിന്റെ വീഡിയോ എടുക്കാൻ അടുത്തേക്ക് വന്നപ്പോ എനിക്കൊരു പേടിയുണ്ടായി. കാരണം കാളയാണ്, നോക്കി നിന്നില്ലെങ്കിൽ അടി കിട്ടും. ചേച്ചിക്ക് പേടിയില്ല? ഇല്ല. അതായിട്ട് ഇണങ്ങി. ബഗീരാന്ന് ആരാ പേരിട്ടെ? ബഗീരാന്ന് ഞാനാ പേരിട്ടെ. ബഗീരാന്ന് ഇടാൻ കാരണം? ബഗീരാന്ന് അതിന്റെ വലുപ്പം കണ്ടപ്പോഴത്തേക്കും അങ്ങനെ ഒരു പേരാണ് ചേരുന്നത്. നല്ലൊരു വെയിറ്റ് ഉള്ള പേരാണ് ചേരുന്നത്. ഇതിനു മുമ്പ് വല്ല കാളേനെ, മൂരിനെ, പോത്തിനെ, ആട്ടുകുഞ്ഞിനെ വരെ നോക്കി വല്ല പരിചയം ഉണ്ടായോ? ഇല്ല, ഒന്നും ഉണ്ടായില്ല. വിവാഹ ശേഷമാണ് ഈ സംഭവം നോക്കി തുടങ്ങിയത്. കണ്ടിട്ടുണ്ട്, ദൂരെ കൂടി ആരെങ്കിലും ഒക്കെ വളർത്തുമ്പോ അങ്ങനെ കണ്ടിട്ടുണ്ട്. വിവാഹത്തിന് ശേഷമാണ് ഇതിനെ ആദ്യമായിട്ട് കിട്ടണേ. ഇപ്പൊ ഇതൊക്കെ വളർത്തി വിൽക്കാറുണ്ട്. ഇപ്പൊ ഒരു പോത്തിനെ അല്ലെങ്കിൽ കാളയെ കൊണ്ടുവന്ന് തന്നാ നമുക്ക് വളർത്താൻ അറിയാം, നോക്കാൻ അറിയാം. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ. ഇല്ലേ? ശരിക്കും നാട് എവിടെയാ? ശരിക്കും നാട് പൂവാറ. ആ പൂവാറിലെ നാട്ടുകാർക്ക് അറിയാവോ എത്രയും നല്ല മൂരിനെ വളർത്തുന്നതാണ് ദിയ? അറിയില്ല. ദിയാന്നല്ലേ പേര്? ദിനില അറിയാവോ? ആർക്കും അറിയില്ലല്ലോ. ഒരു പക്ഷെ ഇത് പുറത്തേക്ക് വരുമ്പോഴായിരിക്കും നമ്മുടെ ചേച്ചീനെയും ഇത്രയും വലിയ മൂരി ചേച്ചി വളർത്തുന്നുണ്ടെന്നുള്ളത് അറിയാം. നിതിന് രാവിലെ ജോലിക്കോ? പിന്നെ വരുന്നത് എപ്പോഴാ? വൈകുന്നേരം 6 മണിയാവും. 6 മണിക്ക് വരുമ്പോ വൈഫിന് ഇത്രയും വലിയൊരു മൂരിനെ കാളേനെ ഇല്ല എന്ത് ധൈര്യത്തിലാ കൊടുത്തിട്ട് പോയേ? കൊണ്ടുവരുന്ന സമയത്തില് വളരെ സ്വഭാവ രീതി, വേറെ ശല്യമല്ല. നമ്മളിവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പോണ രീതിയിലുള്ള കാളയാണ്. ശരീരത്ത് തൊട്ടാലോ മറ്റേ അഴിച്ചു വെളിയിൽ ഇറക്കിയാലോ വേറെ കുഴപ്പമില്ല. ഇത് എവിടുന്ന കൊണ്ടുവന്ന? സത്യത്തിൽ എവിടുന്ന് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. തക്കലയെന്ന് കൊണ്ടുവന്നതാണ്. തമിഴ്നാടാണ്. അവിടുന്ന് കൊണ്ടുവന്നതാണ്. ഇത് ആര് വളർത്തിക്കൊണ്ടിരുന്ന? ഒരു വയസ്സായ ഒരു അമ്മച്ചി വളർത്തിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ ജിനിലിന് അന്ന് തോന്നിയായിരുന്നു ഇത്രയും വലിപ്പം വയ്ക്കും? ഇല്ല, അപ്പോഴും വിചാരിച്ചില്ല, ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും വളർച്ച വരുമെന്ന്. പിന്നീട് എപ്പോഴാണ് അറിഞ്ഞതിന് വലിപ്പം വരുന്നു? എന്റെ വീട്ടിൽ നിന്നൊരു 4 മാസം 5 മാസം ആയപ്പം അതിന്റെ വളർച്ച കയറി അങ്ങ് വളരാൻ തുടങ്ങി. ഇപ്പൊ ഇതിന് കറക്റ്റായിട്ട് 3.5 വയസ്സിലേക്ക് 4 പല്ല് പൂർത്തിയായില്ല. നാലാമത്തെ പല്ല് വളർന്നു പറഞ്ഞതേ ഉള്ളൂ. പാൽപ്പല്ല് വരുന്നുള്ളൂ. സംഭവം ശരിയാണ്. ജോലിത്തെ പറഞ്ഞ കേബിൾ വർക്ക്. അപ്പൊ വൈഫിന് ആദ്യമായിട്ടാണ് വൈഫ് വിവാഹം കഴിച്ചത്? പ്രേമിച്ചാണോ? പ്രേമിച്ചാണ്. അത് ശരി, അത് പറഞ്ഞില്ലല്ലോ. എവിടെ വെച്ചാ ആദ്യമായിട്ട് കാണുന്ന വൈഫിനെ? കോളേജിൽ വെച്ച്.
ഏത് കോളേജില്? അവിടെ തമിഴ്നാട് പുത്തൂര് കോളേജ്. ആ, അവിടെ പഠിക്കാൻ വന്നപ്പോ കണ്ട് ഇഷ്ടപ്പെട്ട്. ആരാദ്യം ഇഷ്ടം പറഞ്ഞു? അതൊക്കെ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു. അപ്പൊ ആദ്യം നിരസിച്ചേർന്നോ? നിരസിച്ചോ? എന്നിട്ടും ശരിക്കും മാറണില്ല. അവസാനം എപ്പോഴാ ഇഷ്ടാണെന്ന് പറഞ്ഞത്? ഒരു 3 മാസം 4 മാസം കഴിഞ്ഞിട്ട്. 4 മാസം പുറകെ കിടന്നു. അതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പൊ വീട്ടുകാരൊക്കെ എതിർപ്പൊക്കെ ഉണ്ടായോ? എതിർപ്പുണ്ടായിരുന്നു. കല്യാണം നമ്മൾ വിളിച്ചോണ്ട് വന്നെയാണ്. വിളിച്ചോടി പോന്നാണോ? അത് ശരി. അപ്പൊ മോശക്കാരല്ലേ നിങ്ങള്? എന്നിട്ട് ഇപ്പൊ സെറ്റിൽ ആയോ വീട്ടുകാർ? കുഴപ്പമില്ല. മോനെന്തേ? മോൻ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് അല്ലേ? എന്താ എന്റെ പേര്? എത്രാം ക്ലാസ്സിലാ പഠിക്കണേ? എത്രാം ക്ലാസ്സിലാ? അടിപൊളിയാണ്. അപ്പൊ ഒരു മോനല്ലേ? ഒരു മോൻ. അപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ 6 വർഷമായി. 7 വർഷമായി. 7 വർഷം. അപ്പൊ 6 വർഷം. വീട്ടുകാരൊക്കെ വന്നു തുടങ്ങി? ഇപ്പൊ കുഴപ്പമില്ല. നിതിന്റെ വീട് എവിടെയാ? ശരി, എന്റെ ഇവിടെ തൊട്ട് മുകളിൽ തന്നെ. ഇവിടെ 100 മീറ്റർ മുകളിൽ തന്നെ. എത്രയാണ് അവിടെ? 100. ഒറിജിനൽ വീട് ഇവിടെയാണ്? ഒറിജിനൽ വീട് ഇവിടെ തന്നെ. എന്റെ നാട് ഇവിടെ തന്നെയാണ്. ചേട്ടൻ അനിയന്മാരൊക്കെ ഉണ്ടോ? അനിയൻ തന്നെ അതായിരിക്കുന്നത്. ഈ നിൽക്കുന്നത് അനിയനാണ്? പൊക്കമുള്ളത്. മോനൊന്നും പേടിയില്ല? ഇല്ല, മോന് പേടിയില്ല. അങ്ങനെ വീട്ടിൽ ഇണങ്ങി വളർന്ന കാളയാണ്. കൊടുക്കണം. പക്ഷെ നമ്മളടുത്തേക്ക് ചിലപ്പോ അവന്റെ ഗുണം കാണും. ചിലപ്പോ അത് മാറും. വീട്ടിൽ വേറെ ശല്യല്ല. എങ്ങനെയുണ്ട് മൂരി? മൂരിന്ന കാളയെന്നാ പറയണത്? കാളയോ? അത് മുമ്പേന്നാ? ഇല്ല, കാളയെന്ന് പറയും. കാളയെന്നാണ് പറയണത് അല്ലേ? പേര് വഗീജ. തൊഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് കെട്ടലെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ കെട്ടണത്. ഇവിടെ ഇഷ്ടം പോലെ ചക്കയും അതേപോലെ പനയൊക്കെ ഉണ്ട്. ഇവിടെ തണലാണ്, കാറ്റുണ്ട്. ഇത് ശരിക്കും വെയിൽ കൊള്ളില്ല. കൊള്ളൂല ഇവിടെ. അപ്പൊ ഇന്ന് നമ്മൾ ഇറക്കിയപ്പോഴാണ് അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടത്. അതാണ് കുറച്ചു നേരം കളിച്ചിട്ട് പിന്നെ അങ്ങ് ആൾ ടയേർഡായി. ഇവിടെ അത്യാവശ്യം തീറ്റയൊക്കെ കിട്ടും അല്ലേ? ഇവിടെ കിട്ടും. കൂടുതൽ വെളിയിൽ അങ്ങോട്ട് ദൂരോട്ട് മേൻ കെട്ടൂല. ഇവിടെ തന്നെ കെട്ടിയിടും. നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണണം. കാണണം. നിങ്ങളെ കാണാതെ ആവുമ്പോ ഇത് വല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും? ഇല്ല, മൂണി നിൽക്കും, കരഞ്ഞരഞ്ഞ് നിൽക്കും. അതേപോലെ നിങ്ങൾ പുറത്ത് എന്തെങ്കിലും ആവശ്യത്തിന് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോ എന്ത് ചെയ്യും? ഇല്ല, അപ്പോഴും പിന്നെ അങ്ങനെ പോവാറില്ല. ഒരുപാട് പോവാറില്ല. പോയിരുന്നാലും അങ്ങ് വലിയ കുറച്ചേരം കരയും. പിന്നെ നമ്മൾ അനക്കല്ലാതെ കിടക്കും. അത് മര്യാദക്ക്. അതെല്ലേ? വിളിച്ച വിളിയൊക്കെ കേൾക്കുവോ? വിളിച്ച വിളിയാക്ക്. ഇത് ഫ്രണ്ടാണ്. ഫ്രണ്ടിന്റെ പേരെന്താ? എന്താ ജോലി? കേബിളിന്റെ പണിയാ. 2 പേർക്കും കേബിളാ? ഒരുമിച്ച് തന്നെ പോണത്. ഒരുമിച്ചാണ്. ഇന്ന് ലീവാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കാളയും മൂരിയൊന്നുമില്ല? താല്പര്യം? നമുക്ക് എന്താ താല്പര്യം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അത് ജോലിക്ക് പോവുക, വീട്ടിലിരിക്കുക, ഭക്ഷണമൊക്കെ കഴിക്കുക. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, കൊച്ചുണ്ട്. അങ്ങനെയൊക്കെയാണ്. അത്യാവശ്യം നല്ല ഫുഡുകളൊക്കെ സെലക്റ്റീവ് ആയിട്ട് കഴിക്കും അല്ലേ മാച്ചാൻ? ഏറ്റവും ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള വിഷയം ഫുഡല്ലേ? നല്ല ചക്കയൊക്കെ കിടക്കാനിട്ട്. ഇവിടെ ചക്കക്കൊക്കെ വില ഉണ്ടോ? ചക്ക ചില സീസൺ ആണെങ്കിൽ 25-30 രൂപ വരെ പോകും ഒരു ചക്കക്ക്. അല്ലാത്ത 5 രൂപ 10 രൂപ. ഈ പനേമ മറ്റേ ഇതുണ്ടാവോ നമ്മൾ കുടിക്കുന്ന ഒരു? അത് ഇതാണ് പനയാണ്. ഇതിലില്ല. അങ്ങോട്ട് അതിലൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ടാവൂല. ചിലപ്പോ ലീവ് സമയങ്ങളിൽ നമ്മൾ കയറി അടക്കും അല്ലേ? പിന്നെ ഇതിന്റെ മേളിൽ കയറ്റാറൊക്കെ ഉണ്ട്? ഇടയ്ക്കിടെ കയറ്റാറുണ്ട്. കുഴപ്പമില്ല. ഭഗീര് ഇതിനായിട്ട് നല്ല ടൈംസിലാണ് അല്ലേ? എങ്ങനെയുണ്ട്? ആനപ്പുറത്ത് കയറിയുണ്ടോ? ഇതുവരെയും കയറിയിട്ടില്ല. ആനപ്പുറത്ത് ഇതുപോലെ തന്നെയാണ്. ആനയുടെ ആ വലിപ്പം ശരിക്കും മൂരിക്കുണ്ട്. മൂരിനെ കൊണ്ടുപോയിക്കോട്ടെ? കാളേനെ കൊണ്ടുപോയിക്കോട്ടെ? കൊണ്ടുപോണ്ടേ? നിങ്ങൾ അല്ല, ഞാനത് വാങ്ങിക്കാൻ വന്നാണ്. തരുവോ? അപ്പക്ക് കാശ് കൊടുത്തിട്ട് കൊണ്ടുപോയിക്കോട്ടെ? കാശ് കിട്ടിയാലല്ലേ നിനക്ക് ഡ്രസ്സ് എടുക്കാൻ പറ്റുള്ളൂ, നല്ല ഫുഡ് വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ, കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വാങ്ങിച്ചോട്ടെ? വാങ്ങിക്കാൻ കേട്ടാ. 2000 കിലോയുടെ മേളിലേക്കാണ് ഇത് വരുള്ളൂ. തൂക്കം ഒട്ടും കുറയൂല പറയണേല്. ഇത് വളരെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടെ. ഈ 2 പേരും കൂടെ കഷ്ടപ്പെട്ട് തന്നെ വളർത്തിയതാണ്. അവരുടെ സ്വപ്നമാണ്. ആവശ്യക്കാർ മാത്രമാണ് വിളിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് എന്തൊരു ആവശ്യത്തിനായാലും പറ്റുന്ന ഒരു സൈസാണ്. അത്ര നീളമുണ്ട്, അത്ര ഹൈറ്റ് ഉണ്ട്. ഹൈറ്റും നീളവും അതുപോലെ ഇതിന്റെ വീതിയും കൂടുന്തോറും
ഇതിന്റെ തൂക്കം കൂടുന്നാണ് പറയുന്നത്. ആ കൃത്യം തൂക്കം കൂടും, കാരണം നല്ല തീറ്റ കൊടുത്ത്, അതായത് പുറത്തു കൂടെയൊക്കെ നടത്തി, ഇതുപോലുള്ള പറമ്പിൽ കൂടെയൊക്കെ നടത്തി അഴിച്ച് സ്ഥിരമായിട്ട് കെട്ടുന്ന ഒരു മൂരി. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിലും കുറവുണ്ടാവില്ല, കറക്റ്റ് തൂക്കായിരിക്കും. ഇത് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും. വളരെ പ്രായം കുറഞ്ഞ, എത്ര പല്ലു എന്ന് 4 പല്ല് പൂർത്തിയായില്ല, ആയിട്ടുള്ളൂ, പൂർത്തിയായിട്ട് വന്നിട്ടില്ല. അപ്പൊ അത്ര പ്രായം കുറവുള്ളതാണ്. കൊമ്പുണ്ട്, കാണാൻ അഴകുണ്ട്, ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ മണ്ണിൽ കളിച്ച കാരണം മാത്രമാണ് ഈ പൊടി പിടിച്ച് നിൽക്കുന്നത്. നല്ല കഴുകിയണ്ടില്ല, നല്ല കുട്ടപ്പനായിട്ട് അബ്ലാക്ക് പോലെ നിൽക്കും. അപ്പൊ ആവശ്യക്കാർ മാത്രം വിളിക്കുക. ഈ 2 പേരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക.